ഈ സിനിമയിലെ വില്ലൻ പരിവേഷത്തിന്റെ പ്രത്യേകതകൾ ശെൽവരാഘവൻ എന്ന ഭൈരവൻ പ്രധാന വില്ലനാണ്. ഈ വില്ലന്മാരുടെ ഒരു സംഘം പൊള്ളാച്ചി, കോയമ്പത്തൂർ, പാലക്കാടൻ ഗ്രാമങ്ങളിൽ വേരാഴ്ത്തി നിൽക്കുന്ന ഒരു പണത്തിൻ്റെ മാഫിയയാണ്. ഇവർ വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്നവരുണ്ട്, അല്ലാതെ ആൾക്കാർക്ക് അങ്ങനെ പലതരം ഈ സാമ്പത്തികമായ കാര്യങ്ങൾ സാധാരണക്കാരിൽ നിന്ന് മായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇവരെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ ഒരു ഇതിവൃത്തവും കഥയും. അപ്പോൾ അതിലേക്ക് വരുന്നത് വളരെ രസകരമായ ഒരു രീതിയിലാണ് ഈ സിനിമ വളരുകയും അവരിലേക്ക് ഇത് വരികയും ഈ യുവാക്കളായ ചെറുപ്പക്കാർ ഈ വിഷയത്തിലേക്ക് കയറി വരികയും അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഈ സിനിമ രൂപം കൊള്ളുന്നത്. അപ്പോൾ അത് ഭൈരവൻ എന്ന് പറയുന്ന വിജയരാഘവൻ ഒരു പൊങ്ങൻ ചട്ടിയെ പോലെ ഇരിക്കുന്ന ഒരു കഥാപാത്രം. പക്ഷെ അയാളുടെ മാരകമായ വില്ലൻ ആ സിനിമയുടെ ഓരോ ഘട്ടത്തിലൂടെ വളർന്ന് അങ്ങനെ അവസാനം അതിൻ്റെ ഒരു ഭീകര രൂപം പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആ തമിഴ് ശൈലിയിലുള്ള അദ്ദേഹം ഒരു പണം സ്വരൂപിക്കുന്നതിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെ ബാങ്കിങ് ശൃംഖല വളർത്തുന്നതിലും ഒക്കെ വ്യാപൃതനായിരിക്കുമ്പോൾ തന്നെ അയാളുടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വില്ലനിസം, വളരെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്ന പുണിയാളുകളും അവരുടെ ആയുധങ്ങൾ കൊണ്ടുള്ള പ്രയോഗവും ഒക്കെ ഒരു പ്രത്യേക തരമാണ്. അപ്പോൾ ഭൈരവൻ എന്ന് പറയുന്ന വില്ലൻ പതുക്കെ വളരുകയാണ്. അപ്പോൾ ഇതിനകത്ത് ആ വില്ലനിസവും അതുപോലെ തന്നെ ജീമ എന്ന് പറഞ്ഞ പൂർണിമയുടെ ഒരു കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനവും, അതേപോലെ തന്നെ സോഡ ബാബു എന്ന് പറയുന്ന വേറൊരു അണ്ടർവേൾഡ് ഒരു മാഫിയ തലവൻ, അങ്ങനെ ഇവർ മൂന്നുപേരും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു നെഗറ്റീവ് ഭാഗം ഈ സിനിമയിലുണ്ട്.